ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷമാണ് ഈ ഒരു ആക്രമണം പാലക്കാട് കണ്ണന്നൂരിൽ വെച്ച് നടക്കുന്നത്. പാലക്കാട് കണ്ണന്നൂരിൽ വെച്ച് കോൺഗ്രസിന്റെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിരുന്ന റെനിൽ, വിനീഷ്, ഇവരുടെ സുഹൃത്തുക്കളായ അമൽ, സുജിത്ത് എന്നിവരെ കാറിലെത്തിയ 5 അംഗ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റ റെനിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു ശരിക്കും ഒരു ആക്രമണ കാരണം, അല്ലെങ്കിൽ ആരാണ് ആക്രമിച്ചതെന്ന് വ്യക്തമുണ്ട്? ആക്രമികളെ തിരിച്ചറിയാം. പരിചയമുള്ള ആളുകളാണ്. പലിശയ്ക്ക് പൈസ, ബ്ലേഡ് മാഫിയകളാണ്. പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന നമ്മുടെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി അവരുടെ നിന്ന് പൈസ 5000 രൂപ പലിശക്കെടുത്തിരുന്നു. അതിൽ 2-3 അടവ് തെറ്റിയതിനെ തുടർന്ന് ഇന്നലെ രാത്രി വന്ന് അവനെ ആക്രമിക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ നമ്മളത് പിരിച്ചുവിട്ടതായിരുന്നു പ്രശ്നം അവസാനിപ്പിക്കാമെന്ന്. പക്ഷേ ആ പിരിച്ചുവിട്ടതും പൈസയുടെ കേസ് കേട്ടില്ല. അത് നമ്മൾ ആവുന്ന സമയത്ത് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞാണ്. പക്ഷേ കാലത്ത് കാറിലെത്തി അക്രമി സംഘം ഞങ്ങൾ ഓഫീസിലിരിക്കുകയായിരുന്നു. മാരകായുധങ്ങളുമായിട്ട് ഇറങ്ങി വെട്ടിപ്പരിക്കേൽപ്പിക്കും. എത്ര പേരുണ്ടായിരുന്നു? ഒരു 6 പേരോളം ഉണ്ടായിരുന്നു. കണ്ടാൽ തിരിച്ചറിയാവുന്ന ആളുകളാണ്. സുജിത്ത് എന്നൊരു ഓട്ടോറിക്ഷ തൊഴിലാളി പലിശക്കെടുക്കുന്ന സ്ഥിതി. ഒരു 5000 രൂപ ഈ ഫിനാൻസുകാരിൽ നിന്നും പലിശക്കെടുക്കുന്നുണ്ട്. 10-ാം ദിവസം 500 രൂപ അടവ് എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവന് പൈസ തിരിച്ചടയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നലെ രാത്രി അവന് ഇതിൻ്റെ പേരിൽ കുറേ ദിവസമായി ഭീഷണിയും വല്ലാതെ ഫോണിലൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ണന്നൂർ ജംഗ്ഷനിൽ വെച്ച് അവനെ ആക്രമിക്കാൻ നിന്നപ്പോൾ നമ്മളത് തടയുകയും ഇവരെ പിരിച്ചുവിടുകയും ചെയ്തതാണ്. തടഞ്ഞുള്ള വ്യക്തിവിരോധമാണ് ഇന്ന് കാലത്ത് വന്ന് മാരകായുധങ്ങളുമായിട്ട് ഞങ്ങൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. എത്ര പേരുണ്ടായിരുന്നു? 6ഓളം പേര് വരുന്ന സംഘം ഉണ്ടായിരുന്നു. എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയം BJP അനുഭാവം ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നതല്ലാതെ നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തീർച്ചയായും.